ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ ബെഥസ്ത എന്ന കുളത്തിന്റെ മണ്ഡപത്തിൽ 38 വർഷമായി രോഗത്താൽ ബന്ധിതനായി കിടക്കുന്ന രോഗിയെ കണ്ട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആയതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: വെള്ളം കലങ്ങുമ്പോൾ അവനെ കുളത്തിലാക്കുവാൻ ആരുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. മറ്റൊരിക്കൽ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക്ക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവനെ ശുദ്ധി വന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-42 വചനങ്ങൾ. യേശു 2 രോഗികളുടെയും ആത്മാവിന്റെ പാപങ്ങളെ തൊട്ട് സൗഖ്യമാക്കി. യേശു എന്നും മനസ്സരിവുള്ളവനും മനസ്സുള്ളവനുമാണ്. എന്നാൽ നാം ആണ് മനസ്സില്ലാതെ യേശുവിൽ നിന്നും അകന്നു പോകുന്നത്. ഇന്ന് യേശു പല കാര്യങ്ങളിലും നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. വേദപുസ്തകത്തിൽ മനസ്സില്ല എന്ന് പറയുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു സംഭവം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ്. അവിടെ സ്വർഗരാജ്യത്തെ കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. രാജാവ് കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കുവാൻ ദാസന്മാരെ പറഞ്ഞയക്കുന്നു. എന്നാൽ അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്നാൽ അത് കൂട്ടാക്കാതെ ഒരുത്തൻ നിലത്തേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി. ശേഷമുള്ളവർ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ഇത് കേട്ട് രാജാവ് കോപിച്ചു. ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. കല്യാണത്തിന് വരാതെ ഇരുന്നവർക്കല്ല ശിക്ഷാവിധി ഉണ്ടായത്. കല്യാണത്തിന് വിളിക്കുവാൻ വന്ന ദാസന്മാരെ കൊലപ്പെടുത്തിയവരെ ദൈവം നശിപ്പിക്കുകയും അവർ താമസിച്ച പട്ടണം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഇന്നും കർത്താവിൻ്റെ വിരുന്ന് ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആർക്കും മനസ്സാകുന്നില്ല. മാത്രമല്ല, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നവരെ അപമാനിക്കുവാനും കൊല്ലുവാനും പലരും ശ്രമിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ളവരെ ദൈവം മുടിച്ചു കളയും. കർത്താവിൻ്റെ വിളി വരുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടോ? യേശു ഇപ്രകാരം പറയുന്നു, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 37-ാമത് വചനം. കർത്താവ് കോഴിക്കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കുന്ന പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ സദാസമയവും ഒരുക്കമാണ്. എന്നാൽ ചിറകിനടിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ കയറിയിരുന്നില്ലെങ്കിൽ പരുന്ത് റാഞ്ചിക്കൊണ്ടുപോകും. ചിലപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ കോഴിയുടെ പുറത്തോ തലയിലോ കയറി നിൽക്കുന്നത് കാണാൻ കഴിയും. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചുക തന്നെ ചെയ്യും. ഇന്ന് അത്യുന്നതന്റെ മറവിൽ വസിക്കുവാനും സർവശക്തന്റെ നെടുങ്കീഴിൽ വസിക്കുവാനും നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ സാത്താനാകുന്ന പരുന്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ കഴിയും. നമ്മെ ദൈവം നട്ടിരിക്കുന്നത് വിശേഷതയുള്ള മുന്തിരിത്തോട്ടമായാണ്. ആ മുന്തിരിത്തോട്ടത്തെ കുന്നിന്മേൽ സ്ഥാപിച്ച് വെള്ളവും വളവും നൽകി മുന്തിരി കായ്ക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. എന്നാലോ നാമോ മധുരഫലം നൽകുന്നതിന് മനസ്സാകുന്നില്ല. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മതിച്ചു പോകും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഇന്നും നമ്മോട് പറയുന്നു, എനിക്കും മനസ്സുണ്ട്, നിനക്ക് മനസ്സുണ്ടോ? കർത്താവ് നൽകിയ രക്ഷയിൽ പങ്കുകാരായി ആത്മീയ രക്ഷ പ്രാപിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? ഓരോ ഹൃദയ കവാടത്തിലും യേശു മുട്ടി വിളിക്കുന്നു. സ്വർഗമാകുന്ന വിരുന്ന് ഭവനത്തിലേക്ക് വരുവാൻ മനസ്സുണ്ടോ? എങ്കിൽ സ്വർഗത്തിലൊരു വിവാഹം നടക്കും. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം
വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-8 വചനങ്ങൾ. യേശു ഇപ്പോഴും നമ്മോട് ചോദിക്കുന്നു, നിനക്കും മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ യേശുവിന്റെ നിത്യമണവാട്ടിയായി എന്നും ദൈവരാജ്യത്തിൽ വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com